ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. വാർത്തയിലേക്ക് വിശദമായി. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരണമെന്ന് ബിജെപി സംസ്ഥാന ഘടകം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് കുമ്മനം രാജശേഖരനെന്ന് ബിജെപി സംസ്ഥാന വക്താവ് MS കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. 2014 മോഡി തരംഗത്തിന്റെ പിന്തുണയിൽ ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബിജെപി ഇക്കുറി ശബരിമല സമരത്തിന്റെ പിന്തുണയിൽ നിരവധി മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാമെന്ന പ്രതീക്ഷയിലാണ്. ഇക്കുറി നമുക്കൊപ്പം ചേരുന്നത് ബിജെപി സംസ്ഥാന വക്താവ് MS കുമാറാണ്. എത്ര സീറ്റുകളിൽ ബിജെപിക്ക് വിജയിക്കാം എന്നാണ് ഇക്കുറി പ്രതീക്ഷ? അങ്ങനെ കൃത്യമായ സീറ്റുകളുടെ പ്രവചനമൊന്നും സാധ്യമല്ല. പക്ഷേ നിരവധി സീറ്റുകളിൽ പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ ആവശ്യമായ ജനപിന്തുണയുടെ സാഹചര്യമാണ് ഇപ്പോൾ. പ്രമുഖ നേതാക്കളടക്കം മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നു. കുമ്മൻ രാജശേഖരൻ അടക്കമുള്ളവർ മടങ്ങി വന്ന് തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നൊരു അഭ്യൂഹമുണ്ട്. എന്താണ്? തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊന്നും ഇതുവരെ ഒരു ചർച്ചയോ തീരുമാനമോ ആയിട്ടില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കണമെന്നുള്ള BJP പ്രവർത്തകരുടെ ആഗ്രഹമുണ്ട്. എല്ലാ പ്രമുഖ നേതാക്കളടക്കം തന്നെ മത്സരിക്കും. കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പാണല്ലോ, നിരവധി പേർ ജയിക്കാൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പ്രമുഖരായ നേതാക്കൾ തന്നെയായിരിക്കും പ്രാവശ്യം BJPക്കായി മത്സരിക്കുക. കുമ്മനം ഇപ്പോൾ ഗവർണറാണ്. അദ്ദേഹം ഗവർണർ സ്ഥാനം വിട്ട് വീണ്ടും ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി എത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെ സാങ്കേതികമായിട്ടാണോ ചോദ്യം, നിയമപരമായിട്ടാണോ? അല്ല, അങ്ങനെ ഒരാളിനെ രാജിവെച്ച് വേണമെങ്കിൽ വരാം. അങ്ങനെ അതിന് അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന്റെ കൂടി മനസ്സുണ്ടല്ലോ പ്രധാനം. അല്ല, അദ്ദേഹം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. മാറി നിൽക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുള്ള ആളാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അദ്ദേഹം ഊർജ്ജം തേടുന്നത്. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രമുഖരെല്ലാവരും മത്സരരംഗത്തുണ്ടാവും. ആരൊക്കെ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളത് ഒരു പ്രാരംഭ ചർച്ച പോലും നടത്താതെ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പ്രമുഖ നേതാക്കളെല്ലാം മത്സരരംഗത്തുണ്ടാവും. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ കുമ്മനത്തെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനുള്ള ഒരു സംസ്ഥാന ഘടകത്തിന്റെ നീക്കം? ഇത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ദിവ്യ, പ്രധാനമായും 2 മാസം മുമ്പ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തി BJP സംസ്ഥാന നേതൃത്വവുമായി വളരെ വിശദമായ ചർച്ച നടത്തിയിരുന്നു. അന്ന് അമിത്ഷാ ഒരു തരത്തിൽ കൊടുത്ത ഒരു അന്ത്യശാസനം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിൽ നിന്ന് സീറ്റുകൾ ഉണ്ടാവണം, BJPക്ക് സീറ്റുകൾ ഉണ്ടാവണം, അത് ഒന്നു പോരാ, മിനിമം 7 സീറ്റെങ്കിലും ഉണ്ടാവണം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ ഒരു വെല്ലുവിളിയായി തന്നെയാണ്, നേതൃത്വത്തിനെതിരെ നടപടികൾ ഉണ്ടാവും എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണ 2014 ശക്തമായ മോദി തരംഗമുണ്ടായിട്ടും കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രം 2ാം സ്ഥാനത്തെത്താൻ മാത്രമേ BJP കഴിഞ്ഞുള്ളൂ. അത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് രാജഗോപാലാണ് മത്സരിച്ചത്. രാജഗോപാൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ MLA ആണ്. അതുകൊണ്ട് തന്നെ രാജഗോപാലിനെ വീണ്ടും ഇറക്കാൻ BJPക്ക് പ്രയാസമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായവും തടസ്സമാണ്. അതുകൊണ്ടാണ് മറ്റൊരു പ്രമുഖ നേതാവിനെ BJP ആലോചിക്കുന്നത്. പല പ്രമുഖ നേതാക്കളെയും അതോടൊപ്പം തന്നെ BJPക്ക് പുറത്തു നിന്നുള്ള പ്രമുഖരായ പല വ്യക്തികളെയും അടക്കം ആലോചിച്ച ശേഷമാണ് വീണ്ടും കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കണം. തിരുവനന്തപുരം മണ്ഡലം ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ടാണ് BJP കണക്ക് കൂട്ടുന്നത്. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പൊതുവായ നിലപാട്. കുമ്മനം രാജശേഖരനും ഇതിനോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ് MS കുമാറിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു വാർത്ത കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ കുമ്മനത്തിന്റെ ഭാഗത്തു നിന്നോ അനുകൂലമായോ പ്രതികൂലമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇത് സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് BJPയുടെ സംസ്ഥാന വക്താവ്, സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖനായ ഒരു നേതാവ് തന്നെ അനുകൂലമായ ഒരു പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, കുമ്മനത്തിന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ്. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന നേതാവല്ല, ജനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന നേതാവാണ്. കുമ്മനത്തിന്റെ മനസ്സ് വളരെ വ്യക്തമാണ്. ഗവർണർ സ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ കുമ്മനം തയ്യാറാണ് എന്ന് തന്നെയാണ് MS കുമാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലും ഇതിൽ അനുകൂലമായ നിലപാടാണുള്ളത്. ഇനി പ്രധാനമായും വരാനുള്ളത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ്. ദേശീയ നേതൃത്വം വേണം ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ. കുമ്മനം രാജശേഖരനെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറക്കണോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ്. അക്കാര്യത്തിലൊരു തീരുമാനം ദേശീയ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നാണ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. കിരൺ, ഇതിനോടകം തന്നെ ഈ ഒരു തീരുമാനം കുമ്മനത്തെ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന ഒരു പൊതു അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നും MS കുമാർ പറയുന്നുണ്ടോ?
കൃത്യമായി അങ്ങനെ ഒരു തീരുമാനം MS കുമാർ പറയുന്നില്ല. ഔദ്യോഗികമായി ആരൊക്കെയാവണം സ്ഥാനാർത്ഥികൾ എന്ന സംബന്ധിച്ച ചർച്ച BJPയിൽ ആരംഭിച്ചിട്ടില്ല. എന്നാൽ അനൌദ്യോഗികമായി നേതൃതലത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ദേശീയ നേതൃത്വമായി ഇത്തരം ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ 7ഓളം മണ്ഡലങ്ങളെ BJP പ്രതീക്ഷ അർപ്പിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മണ്ഡലങ്ങൾ എന്ന നിലയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. കഴിഞ്ഞ തവണ BJPക്ക് 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ മണ്ഡലമാണ്. ഈ മണ്ഡലം ഏത് വിധേനയും പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനവർ കാണുന്ന ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സമരം നടക്കും, BJPയുടെ സമരം നടക്കുകയാണ്. ശബരിമല വിഷയത്തിൽ നേരത്തെ തന്നെ ശബരിമല കർമ്മസമിതിയുടെ തലപ്പത്ത് നിന്ന് നിലയ്ക്കൽ സമരമടക്കം നയിച്ച നേതാവാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരൻ ഗവർണർ പദവി രാജിവെച്ചിട്ട് ഈ സമരത്തിന് നേതൃത്വത്തിലേക്ക് വരണം എന്നും ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിഭാഗം പ്രവർത്തകരുടെയും വികാരം അതാണ്. എന്നാൽ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുന്നതിനെ സംസ്ഥാന നേതൃനിരയിൽ മഹാഭൂരിപക്ഷം പേരും പൊതുവെ യോജിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം രാജിവെച്ച് വന്ന ഈ ശബരിമല സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിൽ പൊതുവായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായ സമന്വയം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളെല്ലാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് BJP ദേശീയ അധ്യക്ഷനാണ്. കുമ്മനം മത്സരിക്കണോ എന്ന കാര്യം ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം മത്സരിക്കുന്നെങ്കിൽ എപ്പോൾ വേണം രാജിവെക്കേണ്ടത്? സ്ഥാനാർത്ഥിയാവുന്നതിന് തൊട്ടു മുമ്പ് രാജിവെച്ചാൽ മതിയോ, അതോ ഇപ്പോൾ തന്നെ രാജിവെച്ച് വന്ന് ശബരിമല സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കണോ, അതോ ഇതിനു മുമ്പ് ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ മാർച്ച് ആദ്യമോ രാജിവെച്ചാൽ മതിയോ? ഇത്തരം വിഷയങ്ങളെല്ലാം ഇനി തീരുമാനിക്കേണ്ട വിഷയമാണ്. ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തീരുമാനം അറിയിച്ചിട്ടില്ല. കുമ്മനം രാജശേഖരനുമായി സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. അദ്ദേഹം അങ്ങനെ ഒരു സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് MS കുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ്, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന നേതാവല്ല എന്ന് വ്യക്തമാക്കുന്നത്. ശരി, കിരണിലേക്ക് എത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, നിലവിലെ സാഹചര്യങ്ങളിൽ പറ്റാവുന്നത്ര വോട്ട് പിടിക്കുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ഇതിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാജഗോപാൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറെ ജനപിന്തുണയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ കുമ്മനം രാജശേഖരൻ തന്നെയായിരിക്കാം മുന്നോട്ട് നേതൃത്വം, ആ പേര് തന്നെയായിരിക്കാം സൂചിപ്പിക്കാനുള്ള ഒരു സാഹചര്യം. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കുമോ അദ്ദേഹത്തെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം സംസ്ഥാന നേതൃത്വം നടത്തുന്നതും? എന്ത് പറഞ്ഞാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് നിർണായകം തന്നെയാണ്. ദേശീയ തലത്തിൽ മാത്രമല്ല, കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ പോലും BJP ഇത്രകാലം പണിപ്പെട്ടിട്ടും പാടുപെട്ടിട്ടും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരാളെ പോലും അയക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശബരിമല ഒക്കെ സുവർണാവസരമായിട്ട് കൊണ്ടാടിയ പാർട്ടിയാണ് BJP നേതൃത്വം. അങ്ങനെ വരുമ്പോൾ ശബരിമല വിഷയം ഇതുപോലെ ഒരു സുവർണാവസരം നൽകിയ വിഷയം ഉണ്ടായിട്ട് പോലും ഒരു ലോക്സഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ BJP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ പ്രതിക്കൂട്ടിലാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആര് നിർത്തിയാലും എന്ത് രാഷ്ട്രീയം നടത്തിയാലും ഒരു സീറ്റെങ്കിലും കിട്ടുക എന്നുള്ളത് മിനിമം ലക്ഷ്യമായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്ക് കുമ്മനം രാജശേഖരനെങ്കിൽ കുമ്മനം എന്നതാവും പാർട്ടിയുടെ നിലപാട്. കാരണം കേരളത്തിലെ BJP നേതാക്കന്മാരിൽ എന്തുകൊണ്ടും ഏറ്റവും പ്രമുഖൻ കുമ്മനം ആണെന്ന് തന്നെ പറയാം. ഈ പുതിയ രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിലും പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിലുമൊക്കെ അദ്ദേഹം കേമനാണ്. പക്ഷേ കുമ്മനം പോയ ഒഴിവിൽ അദ്ദേഹം പോയ ശൂന്യത ഇവിടുത്തെ നേതാക്കന്മാർ നിറച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എവിടെ കുമ്മനത്തെ കൊണ്ടുവരും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ കേരളത്തിലെ BJP നേതൃത്വം ഒന്നിച്ച് ഒരു സ്വരത്തിലല്ല സംസാരിക്കുന്നത്. ഐക്യത്തിന്റെ അഭാവമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ കുമ്മനം കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന ചോദ്യം തീർച്ചയായിട്ടും BJPക്ക് ശ്രീ ജേക്കബ് ജോർജ്, ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അദ്ദേഹത്തെ മിസോറാം ഗവർണറായി മാറ്റിയത്. അതിന് പകരം ശ്രീധരൻപിള്ള, ഒരു മതേതര മുഖം എന്നുള്ള രീതിയിലായിരുന്നു ശ്രീധരൻപിള്ളയെ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വീണ്ടും കുമ്മനം രാജശേഖരനെ തന്നെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പഴയ രീതിയിലേക്ക് ഒരു തീവ്ര നിലപാടിലേക്ക് പാർട്ടി നീങ്ങുന്നു എന്ന് പറയാൻ കഴിയുമോ? BJPക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് എടുക്കാനാവില്ല തന്നെ. ഇന്നലെ തന്നെ ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്ത BJP നേതാവ് N ഗോപാലകൃഷ്ണൻ ഇന്നലെ രാത്രിയിലെ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, ഞാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് ക്രിസ്തുമസ് ആശംസകൾ നേരാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന്. അതുകൊണ്ട് അത് കാണിക്കുന്നത് കേരളത്തിലെ സമൂഹം, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചിന്ത ഒരു മതേതര ചിന്തയാണ്. അപ്പൊ അതിനകത്ത് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട്
അയോധ്യ പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിലപാട്, തീവ്രമായ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് എടുക്കുക പ്രയാസമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലല്ലോ ശ്രീ ജേക്കബ് ജോർജ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയമടക്കം മുന്നിട്ട് പലതരത്തിലുള്ള സമരത്തിലേക്ക് പാർട്ടി നീങ്ങുന്ന ഒരു കാഴ്ച കൂടിയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മതങ്ങൾ തമ്മിലോ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിലോ ഒന്നും BJP നോക്കുന്നില്ല. ഉത്തർപ്രദേശിലോ ബീഹാറിലോ അങ്ങനെയൊന്നും അല്ല സ്ഥിതി എന്നും കൂടി ഓർക്കണം. ഇവിടെ കേരളത്തിൽ അത്തരം ചിന്താഗതി വിലപ്പോവില്ല. ഇവിടെ BJPക്കെതിരെ നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളല്ല, മറിച്ച് ഹിന്ദു സമുദായത്തിൽ തന്നെ പ്രബലമായ ഒരു ചേരി BJPയുടെ എതിർചേരിയിലാണ്. അതാണ് BJP നേരിടുന്ന പ്രധാന പ്രശ്നം. അതുകൊണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാട് അത്ര കണ്ട് അത് മാത്രമോ രാജ്യത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കുമ്മനം രാജശേഖരനെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ നേട്ടം പാർട്ടിക്കുണ്ടാകാൻ കഴിയുമോ? അങ്ങനെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കുമ്മനം രാജശേഖരൻ വന്നാൽ ഏതെങ്കിലും ഒരു സീറ്റ്, ഉദാഹരണത്തിന് തിരുവനന്തപുരം സീറ്റ് പിടിച്ചെടുത്ത് കളയാം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 തവണ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ശശി തരൂരായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷവും പലതവണ ജയിച്ചിട്ടുള്ള സീറ്റാണ് തിരുവനന്തപുരം. BJP ആവട്ടെ 1984 നമ്മുടെ ഹിന്ദു മുന്നണി കേരള ബ്രഹ്മരാജ മത്സരിച്ച് വലിയ ഭൂരിപക്ഷം നേടിയതും അതിനെ തുടർന്ന് EMS തന്നെ ആശങ്കയിലായതും കോൺഗ്രസിൻ CPMന്റെ രാഷ്ട്രീയ നിലപാട് തന്നെ മാറ്റി എഴുതിയതുമൊക്കെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം തന്നെയാണ്. ഹിന്ദു മുന്നണിയിലൂടെ BJPയിലെത്തുമ്പോൾ ഈ കുമ്മനം രാജശേഖരനാണ് നിലയ്ക്കൽ പ്രശ്നമൊക്കെ തുടങ്ങിയത്. പത്തനംതിട്ട കേന്ദ്രമാക്കി, ശബരിമല കേന്ദ്രമാക്കി, നിലയ്ക്കൽ കേന്ദ്രമാക്കി എന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പുതിയ ആവേശം കൊള്ളിക്കാനാവും എന്നതിൽ കവിഞ്ഞ് ശശി തരൂരിനെ പോലെയുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും മാത്രം അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അത് കണ്ടു കാണാൻ അറിയേണ്ട കാര്യം തന്നെയാണ്. ശരി, നന്ദി ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു പൊതു അഭിപ്രായത്തിലേക്കാണ് BJP സംസ്ഥാന ഘടകം ഒന്നടങ്കം എത്തിച്ചേർന്നിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന തരത്തിലേക്കാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. PSCയിൽ നിന്നും അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടും ജോലിക്ക് ഹാജരാകാത്തവരുടെ ഒഴിവിലേക്ക് പാനൽ ലിസ്റ്റിലുള്ളവരെ നിയമിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഇക്കാര്യം പരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അഡ്വൈസ് മെമ്മോ നൽകിയവരെ നിയമിക്കാൻ മാത്രമാണ് കോടതി ഉത്തരവെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. PSC മുഖാന്തരമുള്ള നിയമന നടപടികൾ പൂർത്തിയാക്കിയാൽ സർവീസ് നടത്താൻ പ്രയാസമുണ്ടെങ്കിൽ അഡ്വോക്ക് അടിസ്ഥാനത്തിൽ കണ്ടക്ടർമാരെ നിയമിക്കാം. അങ്ങനെ നിയമിക്കുന്ന സമയത്ത് പാനലുകാരെയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരമോ ചെയ്യാം. അതിന് നിയമം അനുവദിക്കുമെങ്കിൽ എന്ന ഉപാധിയോടുകൂടി കോടതി അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോടതി ഉപാധികളോടുകൂടിയാണെങ്കിലും ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിന് മുമ്പാകെ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനും KSRTCക്കും ആ നിർദ്ദേശം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് ചെയ്യാവുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എംപാനൽ ജീവനക്കാരോട് അവരുടെ എന്നു മുതലാണ് അവർ സർവീസിൽ പ്രവേശിച്ചത്, എത്ര ദിവസം അവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങൾ മതിയായ രേഖകളിലൂടെ യൂണിറ്റ് തല ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. KSRTC കണ്ടക്ടർ തസ്തികയിലേക്ക് വീണ്ടും പാനൽ നിയമനം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ രംഗത്ത്. 25,000-ഓളം പേർ നിയമനം ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് സർക്കാർ നീക്കമെന്നാണ് ഇവരുടെ ആക്ഷേപം. ലിസ്റ്റിന്റെ കാലാവധി 4.5 വർഷത്തേക്ക് നീട്ടണമെന്ന ചട്ടം ലംഘിക്കപ്പെടുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 4,000-ഓളം പേർക്കാണ് നിയമനം ലഭിക്കേണ്ടത്. അഡ്വൈസ് മെമ്മോ ലഭിച്ചവരിൽ 1,400-ഓളം പേരാണ് ഇതുവരെ ജോലിക്ക് ഹാജരായത്. ശേഷിച്ച 3,600-ഓളം തസ്തികകളിൽ വീണ്ടും പാനൽ നിയമനത്തിനാണ് സർക്കാർ നീക്കം. 25,000-ഓളം പേർ പുറത്തുനിൽക്കെയാണ് പിൻവാതിൽ നിയമന നീക്കം. ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നതാണ് സർക്കാർ നീക്കമെന്നാണ് ആരോപണം. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നിട്ട് കൂടി സർക്കാർ താൽക്കാലികക്കാരെയും അതുപോലെ തന്നെ ഈ എംപാനലുകാരെയും സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ഇത് ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ്. 2013 മെയ്യിലാണ് കണ്ടക്ടർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3.5 വർഷം നീണ്ട റാങ്ക് ലിസ്റ്റ് സർക്കാർ റദ്ദു ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കേസ് കോടതിയിലായതിനാൽ സാധിച്ചില്ല. പുതിയ റാങ്ക് ലിസ്റ്റ് വന്നില്ലെങ്കിൽ നിലവിലെ ലിസ്റ്റ് 4.5 വർഷത്തേക്ക് നീട്ടണമെന്നാണ് ചട്ടം.
ഇത് ലംഘിച്ചുകൊണ്ടാണ് എംപാനൽ നിയമനം നടത്താൻ സർക്കാർ നീക്കം. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമല യാത്ര മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് കനകദുർഗയും ബിന്ദുവും അറിയിച്ചതായി പോലീസ്. തിരക്കിൽ സുരക്ഷ നൽകാനാകില്ലെന്ന് കാണിച്ച് യാത്ര മാറ്റിവെക്കാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകർ പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തുന്നത് 4 മണിക്കൂർ വരെ സമയമെടുത്താണ്. തിരക്കേറിയതോടെ പമ്പയിലും നിലയ്ക്കലും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പ്രദീപ് നാരായണൻ, കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ബിന്ദുവും കനകദുർഗയും അറിയിച്ചു കഴിഞ്ഞു തങ്ങൾ ഈയൊരു മണ്ഡലകാലത്ത് യാത്ര ചെയ്യുന്നില്ല, ശബരിമലയിൽ സന്ദർശനം നടത്തുന്നില്ല, പിന്നീടാകാം എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയതോടെയാണോ ഈ തീരുമാനത്തിൽ ഇരുവരും എത്തിച്ചേർന്നത്? ഇരുവരും ഇതുവരെയും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിച്ചിട്ടില്ല. അവർ ആശുപത്രിക്കുള്ളിൽ തന്നെ തുടരുകയാണ്. പക്ഷേ അവർ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം ഇതാണെന്നാണ് പോലീസ് നമുക്ക് മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരം. അതായത് ഈ തിരക്ക് പരിഗണിച്ച് ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഈ തിരക്കിൽ പ്രത്യേക സുരക്ഷ നൽകാനാകില്ലെന്ന പോലീസിന്റെ വാദം, പോലീസിന്റെ നിർദ്ദേശം അവർ പരിഗണിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് യാത്ര മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇരുവരും ആശുപത്രി വിട്ടേക്കും. പക്ഷേ ഇരുവരും ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക്, സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറുകയാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മകരവിളക്കിന് 30-ന് നട തുറക്കുകയാണ്. അതിനുശേഷം തിരക്ക് കുറവുള്ള ദിവസം ഏതെങ്കിലും ഒരു തീയതി നൽകണമെന്ന് പോലീസിനോട് ഇരുവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പോലീസ് ആ സമയം നോക്കി നിലപാട് അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുവർക്കും ശബരിമലയിലേക്ക് പോകുന്നതിൽ യാതൊരു എതിർപ്പും തങ്ങളെ സംബന്ധിച്ചില്ല. പക്ഷേ ഈ സമയങ്ങളിൽ, തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ സുരക്ഷ നൽകാനാകില്ല എന്ന നിലപാട് മാത്രമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇരുവരുടെ നിലപാട് എന്ത് എന്ന് ഇനിയും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അവർ ആശുപത്രിക്കുള്ളിലാണ്. അവിടെ പോലീസിന്റെ കർശനമായ സുരക്ഷയ്ക്ക് ഉള്ളിലാണ് അവർ കഴിയുന്നത്. മാധ്യമങ്ങളെ അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല. സന്നിധാനത്ത് നിന്ന് പ്രദീപ് കൂടി ചേരുന്നു. പ്രദീപ്, എത്രത്തോളം വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോഴും സന്നിധാനത്തടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ വലിയൊരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് ദൃശ്യമാണ്. ഇന്നിപ്പോൾ 12 മണിവരെ 65,000 ഭക്തർ ശബരിമല കയറിയെന്നാണ് പമ്പയിൽ നിന്നുള്ള പമ്പ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച ഔദ്യോഗിക വിവരം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും ഏകദേശം 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ശബരിമലയിൽ എത്തുമെന്നാണ്, സന്നിധാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായും ശബരിമലയിൽ സമാനമായ സ്ഥിതിയായിരുന്നു. 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയെന്ന് പോലീസ് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മണ്ഡലകാലം ആരംഭിച്ച ശേഷം അവസാന 10 ദിവസം, കഴിഞ്ഞ 10 ദിവസങ്ങളിലാണ് തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് സന്നിധാനത്തേക്കുണ്ടായത്. ആദ്യഘട്ടങ്ങളിലെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ശബരിമല സന്നിധാനം പൂർണ്ണമായും ശാന്തമായി എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് കൂടുതലായി കടന്നു വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് അവധി ദിവസം കൂടിയാണ്. കൂടാതെ ക്രിസ്മസ് അവധി, സ്കൂളുകൾക്കൊക്കെയും അവധി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായ ഇന്നും നാളെയും കൂടുതലായി ഭക്തർ എത്തുമെന്ന ഒരു കണക്കൂട്ടിലാണ് ദേവസ്വം മണ്ഡലകാലത്തിൽ തന്നെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് പ്രദീപും ജി ശ്രീജിത്തും നൽകിയത്. ക്രിസ്മസ് ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത മാസം 1 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്ന് വിജി പറഞ്ഞു. ഇന്നത്തെ ദിവസം ഞങ്ങൾ പട്ടിണി സമരമാണ്. 1-ാം തീയതി മുതൽ ചേട്ടനമ്മ നിരാഹാരം കിടക്കാൻ തീരുമാനം. അതിനു മുന്നേയും എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ ദിവസവും ഞങ്ങൾ പ്രതീക്ഷയോടെ തന്നെയാണ് ആയിരിക്കുന്നത്. ഇനിയൊരു ജോലി ഇല്ലെങ്കിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഉറപ്പ് കിട്ടുന്നത് വരെയും ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനം. സനലിന്റെ കുടുംബത്തിന് സർക്കാർ നീതി ഉറപ്പാക്കണമെന്ന് വിജയെ സന്ദർശിച്ച സുരേഷ് ഗോപി എം പി പറഞ്ഞു. വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ എല്ലാ സഹായവും നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതൊന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഹൃദയം തുറന്ന് കണ്ട് അതിൽ സഹതാപം വേണമെന്നില്ല. ഉത്തരവാദിത്വം, ഇരിക്കുന്ന കസേരയുടെ ഉത്തരവാദിത്വം, പ്രജാമര്യാദ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നടപടി ഇന്ന് ഈ സമരം അവസാനിപ്പിക്കുന്ന. അതിന് ഭീഷണിയുടെ സ്വരമൊന്നും പാടില്ല, അതിന് കണ്ടീഷൻസും പാടില്ല. കാരണം അടിയേറ്റ് കിടക്കുന്നത് ഈ കുടുംബമാണ്. ജപ്തി ഒഴിവാക്കിയെടുക്കുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ കുടുംബവുമായും ശ്രീ ചന്ദ്രശേഖരനുമായും എന്റെ പാർട്ടി വക്താക്കളുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, ക്രിസ്മസ് ദിനമായ ഇന്ന് പട്ടിണി കിടന്നുകൊണ്ടുള്ള സമരത്തിലേക്കാണ് വിജിയും കുടുംബവും നീങ്ങിയിരിക്കുന്നത്. ഒരു അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്നാണോ വിജി പറഞ്ഞത്? ദിവ്യ, സമരം 16ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത മാസം 1 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ വിജി വ്യക്തമാക്കിയിട്ടുള്ളത്. സനലിന്റെ അമ്മയും അത്തരത്തിൽ സമരത്തിലേക്ക് പോകും. നേരത്തെ സമരപ്പന്തലിൽ വിജി കുഴഞ്ഞു വീഴുന്നിരുന്നു. 2 ദിവസം ജനറൽ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സമരത്തിനായി വിജി എത്തിയിട്ടുള്ളത്. സുരേഷ് ഗോപി MP ആണ് ഇന്നത്തെ പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ഉത്തരവാദിത്വം നിറവേറ്റണം, കാരണം സനലിന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അത്തരത്തിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കണം, മനുഷ്യത്വപരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. അതേസമയം സനലിന്റെ വീട് നേരിടുന്ന ജപ്തി ഭീഷണിയുണ്ട്. വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ അടവാണ് മുടങ്ങിയത്. ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും, ജപ്തി നടപടി ഒഴിവാക്കുമെന്നും സുരേഷ് ഗോപി ഉറപ്പു. തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. BJP നേതൃത്വത്തിനെതിരെ വീണ്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാഷ്ട്രീയ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം പാർട്ടി അധ്യക്ഷനാണെന്ന് ഗഡ്കരി തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ലെന്ന പരാമർശത്തിൽ വ്യക്തത വരുത്തിയതിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ വിമർശനം. കൊലയ്ക്ക് നിർദ്ദേശം നൽകിയ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി വിവാദക്കുരുക്കിൽ. പാർട്ടി പ്രവർത്തകനെ വധിച്ചവരെ കൊല്ലാൻ കുമാരസ്വാമി പോലീസിന് നിർദ്ദേശം നൽകുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. വൈകാരിക പ്രതികരണം മാത്രമാണെന്ന് കുമാരസ്വാമി വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. മാണ്ഡ്യയിലെ JDS നേതാവ് H. പ്രകാശിനെ ഇന്നലെ വൈകിട്ടാണ് 4-അംഗ സംഘം വെട്ടിക്കൊന്നത്. കൊലപ്പെടുത്തിയവരെ ഒരു ദയ്യം കൂടാതെ വധിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്ന കുമാരസ്വാമിയുടെ വീഡിയോ ആണ് പുറത്തു വന്നത്. പ്രകാശ് നല്ല മനുഷ്യനായിരുന്നു. പ്രകാശിനെ കൊന്നവർ ആരാണെന്ന് തനിക്കറിയില്ല. പക്ഷേ അവർ ആരായാലും കൊന്നുകളയണമെന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നുമായിരുന്നു നിർദ്ദേശം. വീഡിയോ വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്തതോടെ വിശദീകരണവുമായി കുമാരസ്വാമി രംഗത്തെത്തി. കൊല്ലാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും വൈകാരിക പ്രതികരണം മാത്രമാണെന്നുമായിരുന്നു വിശദീകരണം. 2 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൊലപാതകം നടത്തിയെന്നും കുമാരസ്വാമി പറഞ്ഞു. കുമാരസ്വാമിയുടെ പരാമർശത്തിനെതിരെ BJP രംഗത്തെത്തി. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്ന് BJP കർണാടക സംസ്ഥാന അധ്യക്ഷൻ BS യെദ്യൂരപ്പ ആരോപിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.